നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ശരീരവും മരണത്തെ രുചിച്ചറിയും. മരണം ഏത് സമയവും നമ്മെ പിടികൂടും. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. അൽ മൗതു ബാബ്. മരണം ഒരു വാതിലാണ്. ആ വാതിലിലൂടെ എല്ലാവരും പ്രവേശിക്കേണ്ടി വരും. ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സഹായകരാണ് മനുഷ്യര്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സിനിമാ നടൻ നവാസ് മരണത്തെക്കുറിച്ച് അതിനു മുമ്പ് ഓർമ്മപ്പെടുത്തിയ സംഭവങ്ങൾ, വളരെ പക്വതയേറിയ സംസാരം ഇന്ന് വൈറലായിരുന്നു. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട രണ്ട് യാഥാർത്ഥ്യങ്ങൾ. ഒന്ന്, മരണസ്മരണ സദാസമയം നമ്മൾ മുറുകെ പിടിക്കുക. കഫാബിൽ മൗതി വാഇള. ഏറ്റവും നല്ല ഒരു ഉപദേശകനാണ് മരണം എന്നുള്ളത്. ആ മരണത്തെ ഓർത്തു കഴിഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കാൻ നമുക്ക് കഴിയും. രണ്ടാമത്തെ വിഷയം, സർവശക്തനായ ദൈവം നമുക്ക് ഒരു ചെറിയ ജീവിതമാണ് നൽകിയിട്ടുള്ളത്. ആ ചെറിയ ജീവിതം പരസ്പരം കലഹിച്ചും അഹങ്കരിച്ചും പരസ്പരം ആക്രമിച്ചും അവസാനിപ്പിക്കാതെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നന്മ പകരാനും ഇഹ്സാൻ ഉപകാരങ്ങൾ ചെയ്യാനും സുഹൃതങ്ങൾ വാരിക്കൂട്ടാനും നമ്മൾ പരിശ്രമിക്കുക. തീർച്ചയായും നന്മയുടെ വക്താക്കൾക്കാണ് ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിജയികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു